ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവാം. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ പത്തനംതിട്ടയിൽ വെട്ടിപ്പുറത്തെ മറൈൻ വേൾഡ് വന്നിട്ടുണ്ട്. മറൈൻ വേൾഡ് ഇത് ആദ്യമായിട്ട് വരുന്നതല്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പോയി കണ്ടു കേട്ടോ. ഇത്തവണ സ്കൂളിൽ വന്നിട്ട് ഇവർ കുറേ കൂപ്പണുകളും കൊണ്ട് കൊടുത്തു കുട്ടികൾക്ക്. അങ്ങനെ കുട്ടികൾക്ക് കൂപ്പണ് കിട്ടിയ എന്തായാലും വീട്ടുകാർക്ക് മണിയാന്ന് ഓർത്തോണം. അന്ന് മുതൽ തുടങ്ങിയ ബഹളം അവസാനം ഇവിടെ കൊണ്ടെത്തിച്ച് ഈ നീരാളിയെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോയും എടുത്തു. അകത്ത് ചെന്നപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളുടെ കൂപ്പൺ ചോദിച്ചു. കയ്യിൽ കൊടുത്തത് പുള്ളി രണ്ടായിട്ട് കീറിയിട്ട് ഒരു പീസ് ഞങ്ങൾക്ക് തന്നു. ഒരു പീസ് എന്തിനാണാവോ എന്തോ എന്തെങ്കിലും ആട്ടെ. അങ്ങനെ അകത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ചയായി കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. കുറേ കിളികൾ സ്വാതന്ത്ര്യമായിട്ട് പറന്ന് നടക്കുന്നു. അതല്ലേലും അങ്ങനെയാണ് നമ്മളെപ്പോലെ ഇങ്ങനെ കൂട്ടിലടച്ച അവസ്ഥ ഉണ്ടാവാതെ ഇതുപോലെ പറന്ന് നടക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെ. കുഴപ്പമില്ലല്ലേ? അങ്ങനെ കിളികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളായിരിക്കുമെന്ന്. അകത്തോട്ട് കയറിയപ്പോഴേ കുറേ പൂക്കൾ. എന്നാൽ പിന്നെ ഇതിൻ്റെ എല്ലാം അടുത്ത് നിന്നൊരു സെൽഫി എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ 150 രൂപ കളഞ്ഞതെന്ന്. എന്തായാലും ദിയായെ നിർത്തി കുറേ സെൽഫികൾ എടുത്ത്. ഞാൻ ഒന്നുപോലും എടുക്കാൻ നിന്നില്ല. കാരണം അതിനോടുള്ള പ്രണയമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇനി എന്തിനാണാവോ നമ്മുടെ സെൽഫി. ഓരോരുത്തർ ഫാമിലിയായിട്ട് നിന്ന് സെൽഫി എടുക്കുന്നു. എനിക്ക് ആകെ സെൽഫി എടുക്കാൻ തോന്നിയത് ആ കാളയുടെ മണ്ടയ്ക്കൊന്ന് കയറി ഇരുന്നൊരു സെൽഫിയാണ്. അതെന്തായാലും നടക്കത്തില്ല. അതിൻ്റെ അടിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിലേ ഡോൺ ടച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനമാണ് അത് കണ്ടത്. ദൈവാനുഗ്രഹം ഇല്ല, അതിൻ്റെ കാശുകൂടെ ഞാൻ കൊടുക്കേണ്ടി വന്നേനെ. പിന്നെ പോയപ്പോൾ എൻ്റെ സെയിം മുഖമുള്ള ഒരു ചേട്ടനെ കണ്ടു. എന്നാൽ പിന്നെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അതിന് മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോഴാണ് എനിക്ക് നഗ്ന സത്യം മനസ്സിലായത്, ഞാനും പുള്ളിയും ഒരേപോലാണെന്ന്. എന്തായാലും പിന്നെ അകത്ത് കയറിയിട്ടേ ഈ ലൈറ്റിങ്സാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് കണ്ടാലോ ഇതിനകത്തെ കാഴ്ചകൾ. ആരാണ്ടൊക്കെ കുറേ ചേട്ടന്മാരൊക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ. കുറേ ചെടികളും കുറേ ജീവികളും അങ്ങനെ പല 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 കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം നമുക്ക് സമാധാനമായിട്ട് ഇതൊക്കെയൊന്ന് കാണാം അല്ലേ? ഇതിനകത്ത് കൂണൊക്കെ മുളച്ച് നിൽക്കുന്ന ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തോ. എന്തൊക്കെയോ സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും. അറിവുള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. അറിവില്ലാത്ത ഈ പാവം എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെന്നേ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ആടാണോ? അല്ല, എന്തോ ഒരു ജീവി. അപ്പം അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. എൻ്റെ വിദ്യാഭ്യാസം എല്ലാവരും കണ്ടു കഴിഞ്ഞേ. പക്ഷേ എനിക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ലൈറ്റിങ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കറിയില്ല. ചെന്ന് ചുള്ളി നോക്കാം. കരയെ വന്നു. അങ്ങനെ പോയി 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 എന്തൊക്കെയോ കുറേ കണ്ട്. എന്താണെന്നൊക്കെ അറിവുള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. താമരയാണോ എന്തൊക്കെയാണോ കവി ഉദ്ദേശിച്ചേക്കുന്ന കവിക്കല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ചെന്നപ്പം തൊട്ട് ഈ ചേട്ടൻ ഇങ്ങനെ ചിറകനക്കിക്കൊണ്ട് നിൽക്കുക. ചേട്ടന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ചെന്നപ്പം തൊട്ടല്ല കേട്ടോ. അതിൻ്റെ പ്രോസസ്സിങ് പരിപാടി അത് തന്നെയാണ്. ചെല്ലുന്നവരെയെല്ലാം ഇങ്ങനെ കൈയാട്ടി വിളിച്ചുകൊണ്ടിരിക്കണം. അത് ചെന്ന് നമ്മൾ വെളിയിൽ പറഞ്ഞിട്ട് കുറേ ആളുകൾ അവിടെ വരണം. അങ്ങനെയാണ് അവരുടെ പരിപാടി.
അത് കഴിഞ്ഞ് പോയത് ദാ അവതാർ ഒരു ചേട്ടൻ്റെ അടുത്താ. ഈ അമ്പും വില്ലുമായിട്ടുള്ള നിപ്പ് കണ്ടാലേ ഇപ്പം അമ്പ ഇത് നമ്മളെ തീർക്കുന്ന ലക്ഷണമാണ്. വേണം കൈപ്പിടി. ശത്രുക്ക് മേശക്ക്. ഹലോ ഡാർലിംഗ്. ഷോ ധനോട്ടനെ കൊണ്ടുവരണ്ടായിരുന്നു. പോയി കൊണ്ടുവന്നാലോ? അടുത്ത ദിവസം ഇത് തീരുന്നതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് അവളെ കൊണ്ടുവരണേ. ഒരു പാസ്വർക്ക് കിട്ടുമെന്ന് ചോദിക്കണം. ആരും പോകാത്ത പിള്ളേരെല്ലാം കിട്ടുമെന്ന് ചോദിക്കണേ. അവരുടെ പാസിങ് വാങ്ങിക്കണേ. ക്ലാസ്സിനൊരു ഏറ് കൊടുത്താൽ ഞാനിത് കാണുന്നു. താഴെ കൂടെ ഇറങ്ങി വരുമ്പോ മാറി നിൽക്കുന്നേ. ചന്തി അടിച്ചാൽ മുടിയും ഇപ്പം. ഇതുണ്ടോ എന്തോ നിന്നോട് ചോദിക്കുന്നത് കേട്ടോ. ഇത് കൊള്ളി കൈയല്ലിട്ട് നീ ചെയ്യാതെ കുത്തി കുത്തി മാറി അമ്മയുടെ എനിക്കൊരു സംശയമില്ല. അതില്ല കാണുന്നുണ്ടല്ലേ നമ്മളിപ്പോൾ അപ്പുറത്തുണ്ട്. അതെടുക്കുന്ന എടുക്കാത്തൊരു വൈകിട്ടൊരു കറി വെക്കാനുള്ളതാണ്. പിടിച്ചു വലിക്ക്. This is mean. This is fish. No, this is mean. അല്ലെങ്കിൽ മത്സ്യം. നമ്മളെ കാണുമ്പോൾ അവരെല്ലാം ഓടുന്നുണ്ട്. എന്തിനാ? പേടിക്കണ്ട, നീ ഒന്നും ചെയ്യില്ല. ഇവിടെ ഒന്നുമില്ല. നമ്മളെ കളിപ്പിച്ചു. 150 രൂപ തിരിച്ചു തരാൻ പറയടി.
ഈ കുഞ്ഞുമീനെ കാണിച്ച് നമ്മൾ കളിപ്പിച്ചു തൊണ്ട നമ്മൾ സൂക്ഷിച്ച് നോക്കണമെന്നുള്ളത് എന്താ തടിഞ്ഞടി ഇതേ കുറെ ബബിള് അതിനകത്തോട്ട് കയറി അവിടോട്ട് നിൽക്കണം കുറച്ച് നേരം നല്ല ഒരു സോപ്പ് എടുത്ത് ഈ നിനക്ക് പനിയാണേ ആർക്കാ നിനക്കേ എനിക്ക് പനിയൊന്നുമില്ല നിനക്ക് പനി ഉണ്ടായിരുന്നു എനിക്ക് പനി ഇല്ലായിരുന്നു പിന്നെ മാറില്ല മോനെ പനിയുണ്ടോ അത് ഞാൻ എന്തോ എന്തോ അത് വെള്ളം വീഴുന്ന കാണാൻ നല്ല രസമുണ്ട് വീട്ടിൽ മഴ പെയ്താൽ ഇതിനേക്കാളും രസമില്ലേ പെരക്കകത്ത് വരത്തില്ലേ വെള്ളം മൊത്തം ഞാൻ കണ്ണാടിയില്ലെന്ന് നോക്കട്ടെ നല്ല വൃത്തിയായി മമ്മി ഓൾസോ മമ്മി സൂപ്പറല്ലേ മമ്മി സൂപ്പറല്ലേ എന്താ നോക്കിയാൽ എന്തെന്നാണ് ഞാൻ ഇനി അവിടെ നല്ല തൂത്ത് വരണം നാളത്തെ കട്ടിങ് കഴിയുമ്പോൾ തൂത്ത് വരാനുള്ള സാധനം കാണാം ആ ലൈറ്റ് എടുത്തോടി ഇതൊക്കെ വല്ലതും വേണമെങ്കിൽ കൊച്ചിന് വല്ലതും വേണമെങ്കിൽ വാങ്ങിക്കാം നിങ്ങൾക്ക് മോതിരൊക്കെ വാങ്ങിച്ചു തരാം പറ മനോരണം പറ അത് പറയാനൊരെണ്ണം ആകാശത്തൊട്ടിൽ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കാണിച്ചിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഏതിലെങ്കിലും കയറണമെങ്കിൽ കയറിക്കോളാൻ അവൾക്കൊന്നിലും കയറണ്ട വീട്ടിലൊരു പച്ചക്കറി പോലും തൊടാത്ത എൻ്റെ മോള് ദാണ്ടേ ഇവിടെ വന്നിട്ടേ പച്ചക്കറി അരിഞ്ഞിട്ട കടല തിന്നുന്നു മറക്കണ്ട അപ്പോൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ദിയാ ധനഹ താങ്ക്